സംസ്ഥാനത്ത് ഇന്ന് സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി പ്രതിഷേധിച്ചു. ജില്ലയിലും സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. ഹ്രസ്വദൂര ദീർഘദൂര സർവീസുകൾ പൂർണ്ണമായും നിലച്ചു. ലോ റേഞ്ചിൽ KSRTC ബസ്സുകൾ സർവീസ് നടത്തി പരിഹാരം കണ്ടെത്തിയെങ്കിലും ഹൈറേഞ്ചിൽ ജനങ്ങളുടെ യാത്ര പ്രതിസന്ധിയിലായി. സ്വകാര്യ ബസ് ഉടമകളുമായി ഇന്നലെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുന്നത്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക, വ്യാജ കൺസെഷൻ കാർഡ് തടയുക, 140 കിലോമീറ്ററിലധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക, അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ജില്ലയിൽ ഹൈറേഞ്ച്, ലോ റേഞ്ച് വ്യത്യാസമില്ലാതെ പണിമുടക്ക് യാത്രക്കാരെ ബാധിച്ചു. മലയോര മേഖലയിലാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിടുന്നത്. ഗ്രാമീണ മേഖലകളിലേക്ക് KSRTC അടക്കമുള്ള ബസ്സുകൾ എത്താതിരുന്നതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചു. നേരത്തെ അറിയിപ്പുണ്ടായിരുന്നിട്ട് കൂടി വിവിധ ആവശ്യങ്ങൾക്കായി എത്തിയ നിരവധി പേരാണ് ബസ് സ്റ്റാൻഡുകളിൽ കുടുങ്ങിപ്പോയത്. ഇതേസമയം ജനകീയ സഹകരണത്തോടെ ഗ്രാമീണ മേഖലകളിൽ നടത്തുന്ന ബസ് സർവീസുകൾ ഇന്ന് മുടങ്ങിയിട്ടില്ല. വാഹനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന GPS ക്യാമറ പോലുള്ള വിലപിടിപ്പുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ യാതൊരു ആവശ്യമില്ലാതെ വെച്ചിരിക്കുന്ന ഈ സാധനങ്ങൾ ഒഴിവാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആവശ്യം. പിന്നെ 140 കിലോമീറ്ററിന് മുകളിലുള്ള ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ പെർമിറ്റുകൾ റദ്ദാക്കിയിട്ട് കോടതി അതിന് അനുകൂലമായ നിലപാടുണ്ടായിട്ടും അത് പുനരാരംഭിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാത്തതിനെതിരെയും വിദ്യാർത്ഥികളുടെ കൺസെഷൻ, നമുക്കറിയാം കാലാകാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൺസെഷൻ, ആ കൺസെഷനിൽ യാതൊരു വ്യത്യാസവുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിന് കാലോചിതമായി മാറ്റം വരുത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്നത്തെ സൂചനാ പണിമുടക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികളുടെ ഹാജർ നില 30% കുറഞ്ഞിട്ടുണ്ട്. സ്കൂൾ ബസ്സുകളുടെയും മറ്റ് സൗകര്യ വാഹനങ്ങളുടെയും ആശ്രയിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് സ്കൂളുകളിലെത്തിയത്. ഇതേസമയം സർക്കാർ ഓഫീസുകളിൽ ജീവനക്കാരുടെ എണ്ണത്തിൽ നേരിയ കുറവ് മാത്രമാണുള്ളത്. ബസ് സ്റ്റാൻഡുകൾക്ക് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങളും അടഞ്ഞുകിടക്കുന്ന നിലയിലാണ്. കട്ടപ്പന, നെടുങ്കണ്ടം, കുമളി, ചെറുതോണി, അടിമാലി, മൂന്നാർ മേഖലകളിലെല്ലാം പണിമുടക്ക് ഏതാണ്ട് പൂർണ്ണമാണെന്ന് തന്നെ പറയാം. ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ 22 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. സിറ്റി വിഷൻ, രാജാക്കാട്.